Hi my dear students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അസസ്മെന്റ് ഓഫ് ഫേം ആണ്. സോ അസസ്മെന്റ് ഓഫ് ഫേമിൽ നമ്മൾ സെക്ഷൻ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എപ്പോഴും ഒരു ഫേമിന് നല്ലത്. അപ്പോൾ നമുക്ക് ഒരു ഫേമിന്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് if the firm fulfills condition under section 184 എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞതുപോലെ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് റെമ്യൂണറേഷൻ അലവബിൾ അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത കേസിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ചെയ്യത്തില്ലേ, അവിടെ ബിസിനസ് ഇൻകം കണ്ടുപിടിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ബുക്ക് പ്രോഫിറ്റും റെമ്യൂണറേഷനും കുറയ്ക്കുന്നത്? the firm fulfills condition under section 184. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് പാർട്ട് ഉണ്ട്. ആദ്യം ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം കണ്ടുപിടിക്കണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ലെറ്റ്സ് ലുക്ക് ഇൻടു ദി ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Given below is the profit and loss account of ABC Associates, a partnership firm for the financial year 2019-20. So അപ്പോൾ നമുക്ക് P&L account തന്നിട്ടുണ്ട്. Purchases debit side ലെ purchases 15,45,000, direct and indirect expenses 8 lakh, depreciation 2 lakh, interest to partners 2 lakh, salary to partners 6,60,000. Then credit side the sales 35 lakhs, then interest on securities 45,000. നമ്മുടെ total 35,45,000 ആണ്. then profit 1,40,000 ആണ്. The following further informations are available. Depreciation allowable as per income tax provision 1,50,000. Purchases include 1,50,000 a payment made in cash. A, B and C share profits and losses in the ratio of 4:3:3, but C is a sleeping partner. Interest is paid to partners at the rate of 20% per annum. Salaries authorized by the deed are paid to partners equally. Compute total income of the firm if the firm satisfies conditions under section 184. So, ഇതാണ് നമ്മളുടെ question. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ടാണ് നമ്മൾ പഠിച്ച കണ്ടീഷൻസ് എല്ലാം ഇവിടെ അല്ലെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് വരാം. നമ്മുടെ ആൻസർ ഇവിടെ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിരിക്കണം. സോ അതിനുശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം പോലെ എങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്? the firm fulfills condition under section 184 എന്ന് പറയുമ്പോഴാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫേമിൻ്റെ പ്രോബ്ലം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് the firm fulfills condition under section 184 എന്ന് അവിടെ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. ഇനി അവിടുത്തെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? വർക്കിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? സ്ലീപ്പിംഗ് പാർട്ട്ണർ നോക്കുക. ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ A and B വർക്കിംഗ് പാർട്ട്നേഴ്സ് ആൻഡ് C is a സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണെന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതാം. നമ്മൾ ഹെഡിങ് എഴുതി കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം. The net profit as per P&L account 1,40,000. Then add disallowed expenses. ഇവിടെ നമുക്ക് disallowed expense നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. പർച്ചേസ് നമ്മൾ എടുക്കത്തില്ല. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് കോഴ്സ് എടുക്കത്തില്ല. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാം. Then interest to partners എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സാലറി ടു പാർട്ട്നർ 6,60,000. Then depreciation allowable as per income tax provision 1,50,000. Depreciation 2 lakh ആണ് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്നത്. 1,50,000 മാത്രം നമുക്ക് കാണിച്ചാൽ മതി. 50,000 അവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു എക്സ്പെൻസ് ഓട്ടോമാറ്റിക്കായി 50,000 പോയാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കൂടുവോ കുറയോ? ഓഫ് കോഴ്സ് കൂടും അല്ലേ. അപ്പോൾ 50,000 നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, then purchase include 1,50,000 a payment made in cash. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ പറഞ്ഞതുപോലെ എന്ത് പേയ്മെന്റും ക്യാഷ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 1,50,000 is a disallowed expense. Then salary to partner അതാണ് remuneration to partners. നമ്മൾ remuneration to partner എഴുതി 6,60,000. ഈ remuneration to partners എന്ന് പറയുന്നത് ഇത് A, B and C യുടെ remuneration ആണ്. ഓക്കെ,
Then interest on capital. Then question പറയുന്നുണ്ട് A, B and C share profits in the ratio 4:3:3, but C is a sleeping partner. Then salary interest is paid to partners at the rate of 20% per annum. നമുക്ക് എത്ര മതി? interest on capital in excess of 12%. അപ്പോൾ ഇവിടെ എത്ര excess ഉണ്ട്? 8%. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ interest on capital 2 lakh into 8/20, അതാണ് 80,000. Are you clear? നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9,40,000. നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 10,80,000 ആണ് നമ്മളുടെ ആൻസർ. ദെൻ അതിൽ നിന്നും ക്രെഡിറ്റ് സൈഡിൽ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് കണ്ടോ? നമ്മുടെ ബിസിനസ് ഇൻകം അല്ലല്ലോ, അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബുക്ക് പ്രോഫിറ്റ് കിട്ടും. സോ ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്നുമാണ് ലെസ് റെമ്യൂണറേഷൻ അലൗവബിൾ അണ്ടർ സെക്ഷൻ 40B നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 10,35,000 ആണ്. അത് മറന്നു പോകരുത്. 10,35,000 is our book profit. Then നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. അതിനു മുമ്പ് ഒരു കാര്യം, സാലറീസ് ഓതറൈസ്ഡ് ബൈ ദ ഡീഡ് ആർ പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ഈക്വലി. 3 പേർക്കും സാലറി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ 6,60,000 ഉണ്ടെങ്കിൽ ഇവിടെ 3 പാർട്ട്നേഴ്സിന്റെയും കൂടെ ആണ് ഈ 6,60,000. അതായത് 2,20,000, 2,20,000, 2,20,000. അങ്ങനെയാണ് ഈ 6,60,000 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടേഷൻ നോക്കാം. ആക്ച്വൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. റെമ്യൂണറേഷൻ, ആക്ച്വൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്, ദാറ്റ് മീൻസ് 4,40,000. അതായത് നമ്മൾ പറഞ്ഞു ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തത് 2,20,000 പ്ലസ് 2,20,000, 4,40,000. ഓർ on first 3 lakh of book profit നമ്മൾ പഠിച്ചതുപോലെ 1,50,000 or 2,70,000 എന്ന് പറയുന്നത് ഈ 3 lakhന്റെ 30%. നമ്മൾ പറഞ്ഞില്ലേ 1,50,000 or 30% of book profit. അതായത് ഈ 3 lakhന്റെ 30% 2,70,000. whichever is more, ഇതിൽ ഏതാ വലുത്? 2,70,000 plus balance of book profit. ഇവിടെ 10,35,000ൽ നിന്നും 1,50,000 3 lakh പോയപ്പോൾ ബാലൻസ് 7,35,000. അതിന്റെ 60% എന്നുള്ളത് 4,41,000. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7,11,000 കിട്ടും. അപ്പോൾ ഈ 1 or 2 ആക്ച്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 4,40,000 or 7,11,000, whichever is less. 4,40,000 ആണ് ചെറിയ എമൗണ്ട്. ആ ചെറിയ എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിസിനസ് ഇൻകം കിട്ടി. Are you clear? ഇത് ബിസിനസ് ഇൻകം ആണ്. നമ്മളോട് പറയുക ഇത് ബിസിനസ് ഇൻകം ആണ്. ഇതിന്റെ കൂടെ ഇൻകം ഫ്രം അതർ സോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 45,000 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫേമിന്റെ ടോട്ടൽ ഇൻകം കിട്ടുന്നത്. സോ ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം എന്ന് പറയുന്നത് ഈ 5,95,000 കൂടെ ആഡ് interest on securities, that is income from other sources 45,000. അപ്പോൾ ഈ പോർഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ഈ പെർട്ടിക്കുലർ വാട്ട് ഇസ് ബുക്ക് പ്രോഫിറ്റ്, ഹൗ വിൽ യു കമ്പ്യൂട്ട് റെമ്യൂണറേഷൻ പേയബിൾ ടു പാർട്ട്നേഴ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ദെൻ കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. ദിസ് ഇസ് ആശ SP signing off from Bosco Campus Vision.